അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ നങ്കൂരമിട്ട് കഴിഞ്ഞു. കേരളത്തിന് ഇത് അഭിമാനിക്കാവുന്ന നിമിഷമെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നും വി.എൻ. വാസവൻ കൂട്ടിച്ചേർത്തു. വാക്കുകളിലേക്ക്. ലോകമെമ്പാടുമുള്ള മാനവരാശി, വിശേഷ മലയാളികൾ ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെയാണ് ഈ ചരിത്ര നിമിഷത്തെ നോക്കിക്കാണാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇപ്പോ സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞം തീരത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി കേരളത്തിന്റെ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ, തൊഴിൽ, വിനോദസഞ്ചാര മേഖലകളിലെല്ലാം വൻ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് സംജാതമാണ്. ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മളെല്ലാം സംബന്ധിച്ചോളം ഏറെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണിത്. ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ നിശ്ചയത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും പ്രതീകമാണ്. അതിൽ ആദ്യഘട്ടങ്ങളിൽ പ്രതിസന്ധി കരിങ്കല്ലിനുണ്ടായി, പിന്നീട് ഓഖി ദുരന്തം വന്നു, പിന്നീട് വെള്ളപ്പൊക്കം വന്നു, പിന്നീട് കോവിഡ് വന്നു, പിന്നീട് പ്രക്ഷോഭം വന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്നാണ് ഇപ്പോ 2015 ഉണ്ടാക്കിയ എഗ്രിമെന്റ് 2024 എത്തുമ്പോഴേക്ക് ട്രയലിലെത്തി ഏതാണ്ട് ഈ വർഷാവസാനം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത്. അതിനിടയ്ക്കുണ്ടായ കാലതാമസം ഞാൻ ഈ സൂചിപ്പിച്ച പ്രശ്നങ്ങളാണ്. പ്രകൃതി ദുരന്തങ്ങളും അതോടൊപ്പം മഹാമാരിയും ഒപ്പം പ്രക്ഷോഭ സമരങ്ങളും എല്ലാം നമ്മളെ വേട്ടയാടി. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് തികഞ്ഞ സമചിത്തതയോടെയും സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നത്.